ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടേ വരുമെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അവരെന്നെ അനുവദിച്ചില്ല. കാല് പിടിച്ചിട്ട് പോയി, ഞങ്ങളെ ജോലി പോവും, അതുകൊണ്ട് അമ്മ ഈ 500 രൂപ മേടിച്ചിട്ട് ഞങ്ങൾ മാപ്പ് പറയാനാണ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കില്ല എന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശന് പരാതി നൽകാനായി സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ പോലീസ് മർദ്ദനമേറ്റ വർക്കല ഇടവ വെൺകുളം സ്വദേശിയായിട്ടുള്ള ശാരദാമ്മയുടെ വീട്ടിലാണ് ഞാൻ ഇന്നുള്ളത്. അമ്മ, എന്നായിരുന്നു ഈ സെക്രട്ടേറിയറ്റിലെത്തിയതും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു നടപടി ഉണ്ടായെന്ന്? അത് തീയതി അതിലുണ്ട്, അത് പറ. പോലീസിൻ്റെ ഒരു എന്താ, അവർ എന്നെ കാണാൻ സമ്മതിച്ചില്ല. അവരെന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നെ ഓരോ തവണയും എൻ്റെ അടുക്ക വന്ന് നിന്ന് ഒരു ഇത് പറച്ചിലും എന്നെ കയ്യിൽ പിടിച്ച് വലിക്കുകയും ചെയ്തിട്ട് പിന്നെ എന്നെ വലിച്ച് തൂക്കിയെടുത്ത് എന്നെ വണ്ടിയിലിട്ട് എൻ്റെ ഇവിടം ചെന്ന് വണ്ടിയിലിടിച്ച് ചെറിയും പോയി. ആദ്യം അമ്മ രണ്ടാമത്തെ ദിവസം ആദ്യം അമ്മ മുഖ്യമന്ത്രിയെ കാണാൻ വന്നിരുന്നല്ലോ ഈ മാസം ഈ തുടക്കത്തിൽ അല്ലേ, അതായത് 10-ാം തീയതി. അന്ന് ഈ പാസ് കാണിച്ചിരുന്നു. ഈ പാസ് കാണിച്ചു. അന്ന് മുഖ്യമന്ത്രിയെ കണ്ടു, പരാതി നൽകി. എന്തായിരുന്നു പരാതി? പിന്നെ നമുക്ക് ഈ വീട്ടിൻ്റെ പരാതിയായിരുന്നു. നമ്മളിതിന് കൊണ്ട് കൊടുത്തപ്പോൾ നമുക്കിത് വന്ന് അന്വേഷിക്കുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഒരു കാര്യവും ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 2 ദിവസത്തിനകം വരും. 2 ദിവസം എന്തായിരുന്നു പരാതി? പരാതി എൻ്റെ വീടെല്ലാം നശിപ്പിക്കുന്നതിന് പരാതി കൊടുത്തു. ആരായിരുന്നു നശിപ്പിക്കുന്നത്? ബിന്ദു, ഷാജൻ ബാബു, വസന്തകുമാരി. അവരെന്താ ചെയ്തേ? അവർ വന്ന് ഈ വീട് എത്രയും ബീച്ചും ബട്ടറെല്ലാം വെള്ളപ്പൊടി എത്രയും വാരിയിട്ട് വീട് ചോരുന്നു. ആ റൂം ചോരുന്നു, മണ്ടയിൽ കൊണ്ടിട്ട്. കടം ആർക്കെങ്കിലും അമ്മ കൊടുത്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ബിന്ദു, ഷാജൻ ബാബു, വസന്തകുമാരി 2.5 ലക്ഷം രൂപ പറഞ്ഞു മേടിച്ചിട്ടുണ്ട്. ഈ ഇതുവരെ തിരിച്ചു തന്നില്ല. ചെക്ക് തന്നിട്ടുണ്ട്. എത്ര വർഷം മുമ്പ് കടം കൊടുത്തേ? 2013. 13 വർഷമായിട്ടും ഈ പൈസ തിരിച്ചു കിട്ടിയില്ല. ഇത് മുഖ്യമന്ത്രിയുടെ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഈ 20-ാം തീയതിയാണ് പിന്നീട് പോകുന്നത് അല്ലേ? ഈ മാസം 20-ാം തീയതിക്കുള്ള പാസും കിട്ടിയിരുന്നു. ഈ പാസ് അന്ന് സെക്രട്ടേറിയറ്റിൽ കാണിച്ചോ പോലീസിന്? കാണിച്ചു. അപ്പോൾ പോലീസ് എന്താ പറഞ്ഞേ? അവർ പറഞ്ഞ് പേര് കൂടെ കൊണ്ടുപോകുമെന്ന്. എന്നെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല. എന്താ അവർ പറയുന്നത്? പേര് അതെ പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന പിന്നെ അവൻ വിഷ്ണു പറഞ്ഞ് അവരെ കേസെടുക്കണ്ടെന്ന്. ഇവർ വരുമ്പോഴിതവരെ അങ്ങ് ഇതാക്കിയാൽ മതി, അവരങ്ങ് പേടിച്ചു പോകുമെന്ന്. അപ്പോൾ അമ്മ പോകാൻ കൂട്ടാക്കിയില്ല, അവിടെ ഇരുന്നു? ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടേ വരുമെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അവരെന്നെ അനുവദിച്ചില്ല. പോലീസ് പിന്നെ എന്താ ചെയ്തേ അമ്മേ? പോലീസ് പിടിച്ച് അവിടെ നിന്ന് എന്നെ വലിച്ച് ഈ കാല് വരെ തൂക്കിയെടുത്ത് എന്നെ വണ്ടിയിൽ കൊണ്ടിട്ട് എൻ്റെ കവളെല്ലാം പോയി. എനിക്ക് ഇതായി. എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യാതെ ഞാൻ നേരം വെളുത്തറയും ഇവിടെ നിന്ന് വെള്ളം കുടിച്ചോണ്ടല്ല പോയത്. എന്നെ ചോറ് തിന്നാൻ ഞാൻ ഹോട്ടലിൽ പോയി ചോറ് തിന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും അവർ വിട്ടില്ല. വനിതാ പോലീസ് ഉണ്ടായിരുന്നോ പിടിച്ചു വലിച്ചപ്പോൾ? വനിതാ പോലീസാണ് പിടിച്ച് വലിച്ചോ. ജീപ്പിൻ്റെ അകത്ത് കിട്ടും പേരുണ്ട് വനിതാ പോലീസ്. ഇവിടെ 2 പേര് വന്നിരുന്നു 500 രൂപയും കൊണ്ട്. എന്തിനാണ്? പിറ്റേന്ന് വെളുപ്പിലെ കാല് പിടിച്ചിട്ട് പോയി, ഞങ്ങളെ ജോലി പോവും, അതുകൊണ്ട് അമ്മ ഈ 500 രൂപ മേടിച്ചിട്ട് ഞങ്ങൾ മാപ്പ് പറയാനാണ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കില്ല എന്ന്. 2 വനിതാ ഉദ്യോഗസ്ഥരെയാണ്? 2 പേര് വന്നു. ഈ അന്നേ ദിവസം ഈ പോലീസ് പിടിച്ച് ജീപ്പിൻ്റെ അകത്ത് ഇട്ടു. എത്ര നേരം അമ്മ ജീപ്പിൽ കടന്നു? 8 മണി വരെ അവിടെ കിടന്നു. അവിടെ രാത്രിയാണോ? 8 മണി വരെ. 8:30ക്കാണ് എന്നെ ഇവിടുത്തെ ഒരു വനിത വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു ഇത് കിട്ടിയത്. അപ്പോൾ പറഞ്ഞ് ഈ അമ്മയ്ക്ക് സുഖമില്ലാതെ നിൽക്കുന്ന അമ്മ ബ്ലോക്കൊക്കെ മാറ്റി നിൽക്കുന്ന ബ്ലോക്ക് കിടക്കുന്ന ഇവരെന്തിനും ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ കാണാമെന്നാൽ അവർ കണ്ടിട്ട് അങ്ങ് എപ്പോഴും വരുമല്ലേ, ഞാൻ കൂടെ ഞാൻ പോകും, ഇതിന് വല്ല ഇതുണ്ടെങ്കിൽ ഞാൻ പോകും, എനിക്ക് സഹായം തന്നിട്ടുണ്ട്. അതായത് അമ്മ രാവിലെ മുഖ്യമന്ത്രിയെ കാണാൻ വന്നു 10 മണിയോട് കൂടി. വൈകിട്ട് 3:30 കാണാൻ പറ്റൂ. വൈകിട്ടാണ് വന്ന് കണ്ടത്? വൈകിട്ട് തന്നെ. എപ്പോഴും മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ വൈകിട്ടേ പറ്റൂ. 3:30 പാസ് തരൂ. 3:30 വിസിറ്റേഴ്സ് ടൈമിൽ അമ്മ വന്നു, കാണാൻ അനുവദിച്ചില്ല. രാവിലെ പോയി അവിടെ ഇരിക്കുകയാണ്. 3 മണിക്ക് ചോദിച്ചു, 3:30 ആയപ്പോൾ ചോദിച്ച് പാസ് വന്നപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ കയറ്റില്ല. അതിനുശേഷം ഈ ജീപ്പിലിട്ടതിന് ശേഷം 8 മണി, രാത്രി 8 മണി അമ്മ ജീപ്പിൽ കിടന്നു. അവിടെ നിറയ്ക്ക് അവർ പറഞ്ഞ് പേരൂർ കൂടെ കൊണ്ടുപോയിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു. ശ്രമിച്ചു.
അതായത് ഈ 5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ഈ ഏതെങ്കിലും പിന്നെ പോലീസുകാരുണ്ടായിരുന്നു ആണ്. അവർ കൂടെ വന്ന് പറയും നിങ്ങളെപ്പോൾ കൊണ്ടുപോകും, മുഖ്യമന്ത്രി പറയുന്നു പേര് കൂടെ കൊണ്ടുപോകാനെന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥർ. പറയുന്നെന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് അന്നേരം അങ്ങ് പോയി, ഇല്ലായിരുന്നു. അങ്ങ് മേല് കയറിക്കൊണ്ട് പോയി. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ് നിങ്ങളിവിടെ കൊണ്ടുവച്ച് ഇരിക്കാൻ പറഞ്ഞ്, അപ്പം വിളിക്കുമ്പം ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞു. നമ്മളെ മണ്ടയിൽ പോയി മണ്ടയിൽ കൊണ്ട് കാണിക്കാം, ഇവിടെ പിടിച്ചോണ്ടിരുത്താൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിടിച്ചോണ്ടിരുത്തിയോന്ന് കള്ളം പറഞ്ഞതാണ്. അന്ന് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു. അമ്മ പിന്നീട് ഈ സംഭവ സമയത്തില്ല, പോയി. പിന്നീട് ഇവിടെ നിന്ന് ആരാ വന്നേ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ? ഇവിടെ നിന്ന് ആരും വന്നില്ല. ഒരു സ്ത്രീ വന്നു എന്ന് പറഞ്ഞു. അത് പിറ്റന്ന് വന്നിരുന്നു ഇവിടെ 2 പേര് വനിത. അതല്ല, അന്ന് 8:30 മണിയായപ്പോൾ അമ്മയെ വിട്ടയച്ചതാണോ? ഇവിടെ നിന്ന് ആരെങ്കിലും വന്നോ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ? കൊണ്ടുവന്ന് ആരും വന്നില്ല. പിറ്റന്നല്ല, അന്ന് രാത്രി. അന്നേ ദിവസം രാത്രി അമ്മ എങ്ങനെ തിരിച്ചു വന്നു? ഇവിടെ ഈ സ്റ്റേഷനിലെ ഒരു വനിത അവിടെ വന്ന്, വനിത അവിടെയാണ്. അവിടെ വന്നിട്ട് ചോദിച്ചു ഇവരെന്തിനു കൊണ്ടുവന്നു, അവർ പാവപ്പെട്ട അവർ എല്ലാവരെയും ചുവയ്ക്ക് ചെയ്യുന്നതല്ലേ, നിങ്ങളെന്തിനു കൊണ്ടുവന്നു, ഇപ്പോൾ അവർക്കാണെങ്കിൽ നിങ്ങളിവിടെ മരിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരാണ് എന്നെ സെയിൽ ഓഫീസിൽ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിട്ടത്. നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 79. 79 വയസ്സുണ്ട്. ഈ ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? ആ, 2.5 ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത് അല്ലേ? കാലത്ത് കഴിച്ചില്ല, വെറും വയറായതുകൊണ്ട് കഴിച്ചില്ല. വളരെയധികം കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. എനിക്ക് തരാൻ ആരുമില്ല. ഈ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടണം അല്ലേ? ഇനി തിരിച്ചു കിട്ടണം. എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. സെക്രട്ടേറിയറ്റിൽ പരാതി നൽകാനാണ് അമ്മ ഈ കഴിഞ്ഞ 20-ാം തീയതി സെക്രട്ടേറിയറ്റിൽ എത്തിയത്. പക്ഷേ മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണിക്കാതെ പോലീസ് ഇവരോട് വളരെ ക്രൂരമായിട്ട് പെരുമാറി എന്നുള്ളതാണ് അമ്മ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പേരൂർക്കട മാനസിക ആശുപത്രിയിൽ കൊണ്ടിട്ട് കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരമാണ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. അതിന് 2 പാസുകളുമുണ്ട്. 2 തവണ കണ്ടതാണ്. പക്ഷേ 2ാമത്തെ തവണയുള്ള പാസ് കാണിച്ചപ്പോൾ തന്നെ പോലീസ് അനുവദിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും 2.5 ലക്ഷം രൂപ അയൽവാസി കൊടുക്കാനുണ്ടായിരുന്നു. ആ പണം കിട്ടാതെ വന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനായിട്ട് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലും കേസ് നിലനിൽക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. പക്ഷേ ഒരു ദുരനുഭവമാണ് നമ്മുടെ ശാരദാമ്മയ്ക്ക് കിട്ടിയത്. എന്തായാലും 79 വയസ്സുണ്ട്, പ്രായാധിക്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പുറമേ തന്നെ ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള ചെയ്ത് ഇപ്പോൾ ഹൃദ്രോഗത്തിനടക്കം മരുന്ന് കഴിക്കുന്ന അമ്മയാണ്. അങ്ങനെയുള്ള ഒരു വയോധികയോടാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ട് ക്രൂരമായും ഈ പോലീസുകാർ പെരുമാറിയത്. അതിനുശേഷം ഈ വനിതാ ഉദ്യോഗസ്ഥർ പിറ്റേ ദിവസം ഞാൻ നിൽക്കുന്ന ഈ ശാരദാമ്മയുടെ ഈ വെൺകുളത്തുള്ള ഈ വീട്ടിലെത്തി കൈക്കൂലി വരെ നൽകാം, അല്ലെങ്കിൽ 500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്, ഞങ്ങളുടെ ജോലി തെറിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മയോട് വ്യക്തമാക്കി. പക്ഷേ 500 രൂപ വാങ്ങാതെ അമ്മ ഇപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകാനാണ് നീങ്ങിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.